ഹലോ മുച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ടാൻസാനിയ എന്നൊരു ദ്വീപ്. അവിടുത്തെ ഗവൺമെന്റ് ആരും അറിയാതെ ചില പരീക്ഷണങ്ങൾ അവിടെ നടത്തി. അത് ഫെയിലായി. അത് കാരണം തന്നെ ആ ദ്വീപിൽ ഒരുപാട് മനുഷ്യർ മരിച്ചു പോവാണ്. എന്നാൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ബാക്കിയുണ്ട്. ആ ബാക്കിയായ മനുഷ്യർ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്ന് ചോദിച്ചാൽ രണ്ടിന്റെയും ഇടയിലാണ്. അതായത് എങ്ങനെയോ അവർ സോംബികളായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ദ്വീപിലേക്ക് തന്റെ ഭർത്താവിനെ തേടിക്കൊണ്ട് ഒരു സ്ത്രീ വരികയാണ്. തന്റെ ഭർത്താവിനോടുള്ള അടങ്ങാത്ത ഒരു പ്രണയം കാരണം എന്ത് റിസ്ക് എടുക്കാനും അവൾ തയ്യാറാവുകയാണ്. എന്നാൽ അവൾക്കറിയില്ല അവൾ വരുന്ന ഈ ദ്വീപിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന്. ഇതൊന്നും അറിയാതെയാണ് ആ ദ്വീപിലേക്ക് അവൾ എത്തിയത്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇതാണ് ഇന്ന് നമ്മൾ ഈ കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഈ കഥ എന്ന് പറയുന്നത് അതൊരു യാത്രയാണ്. ഈവ എന്ന നമ്മുടെ ഈ കഥാനായികയുടെ കൂടെ നമ്മൾ പോകുന്ന ഒരു യാത്ര. എന്നാൽ പോകാം ടാൻസാനിയ എന്ന ആ ഒരു ദ്വീപിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഓരോ രാജ്യത്തിലെ ഗവൺമെന്റും ചിലപ്പോ അവിടുത്തെ പബ്ലിക് പോലും അറിയാതെ പല പരീക്ഷണങ്ങളും നടത്താറുണ്ടല്ലേ. ചിലതൊക്കെ നല്ലതായിരിക്കാം, എന്നാൽ ചിലതൊക്കെ എക്സ്ട്രീംലി ഡേഞ്ചർ ആയിരിക്കാം. ടാസ്മാനിയ എന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ച് മിലിറ്ററി ഒരു സീക്രട്ട് ആയിട്ടുള്ള വലിയ പരീക്ഷണം നടത്തുകയാണ്. എന്നാൽ അത് ഫെയിൽ ആവുകയാണ്. വലിയൊരു ബ്ലാസ്റ്റ് തന്നെ അവിടെ ഉണ്ടായി. ഏകദേശം ആ ദ്വീപിൽ 5 ലക്ഷത്തോളം ആൾക്കാരുണ്ടായിരുന്നു. സെക്കൻഡുകൾ കൊണ്ട് ആ ഒരു ബ്ലാസ്റ്റിലും അതിനെ തുടർന്നുണ്ടായ ഷോക്ക് വേവിലും 5 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെടുകയാണ്. എന്നാൽ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ബ്ലാസ്റ്റിൽ പെട്ടല്ല ഈ ആൾക്കാരൊക്കെ മരിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ബ്രെയിനെ ബാധിച്ച് അവരുടെ നെർവ് സെൽസ് ഉണ്ടല്ലോ, അത് ഡാമേജ് ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും മരണപ്പെടുന്നത്. അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ചില മിസ്റ്ററീസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ അവിടെ പോയിട്ട് ഈ ആൾക്കാരുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമല്ലോ. മിലിറ്ററിയെ കൊണ്ട് ഈ കാര്യം ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പബ്ലിക്കിനോട് പറയാതെ അവിടെ ഒരു അപകടം നടന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ പല ഭാഗത്തും പെട്ടുകിടക്കുകയാണ്. നിങ്ങൾ സഹായിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഇഷ്ടത്തോടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ വോളണ്ടിയേഴ്സ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഫ്ലൈറ്റിൽ വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, കാരണം ഇതൊരു ദ്വീപല്ലേ. അങ്ങനെ ഇപ്പൊ ഈ ദ്വീപിലേക്ക് വരുന്ന ഒരു ഫ്ലൈറ്റ് കാണിക്കുകയാണ്. അതിനുള്ളിലാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഈവയുള്ളത്. അവളുടെ തൊട്ടടുത്ത് തന്നെ ഒരു മുത്തശ്ശി ഉണ്ട് കേട്ടോ. മുത്തശ്ശി ഭയങ്കര സങ്കടത്തിലാണ്. അതുപോലെ തന്നെ ഈവ അവൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വോളണ്ടിയർ ആയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ആ ദ്വീപിന്റെ എവിടെയോ പെട്ടുകിടക്കുകയാണ്. അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് വരെ അവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ രക്ഷപ്പെടുത്താനും പിന്നെ അവിടെ പോയിട്ട് മിലിറ്ററി പറഞ്ഞതുപോലെ അവരെ സഹായിക്കാൻ ആ ഒരു വോളണ്ടിയർ ജോബ് ചെയ്യാനും കൂടിയായിട്ടാണ് ഈവ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതേ നേരത്തിന് അടുത്തുണ്ടായിരുന്ന ആ ഒരു മുത്തശ്ശി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാലയുടെ ലോക്കറ്റ് അങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. അതിൽ അവരുടെ മകന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മകനെ തേടിയാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നവരിൽ ഭൂരിഭാഗവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. കാരണം അവരുടെയൊക്കെ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. ചിലപ്പോ അവര് വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലെ വരുന്നത്. ഇതേ നേരം തന്നെ മുത്തശ്ശി ഇവയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ പേടിക്കേണ്ട, എന്റെ മകനെയും അതുപോലെ തന്നെ നിന്റെ ഭർത്താവിനെയും നമുക്ക് കണ്ടുപിടിക്കാം. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ഇവര് നേരെ ആ ഒരു മിലിറ്ററി ബേസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയ പാട് തന്നെ ഫോൺ അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇവരുടെ ID കാർഡുകൾ, ബാക്കിയുള്ള ID വെരിഫിക്കേഷൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം വേണം ഈ മിലിറ്ററി പറയുന്ന ഓരോ സ്ഥലത്തേക്കായിട്ട് ഇവർ പോകാനായിട്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സോൾജറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഏവ പറയണം, എനിക്ക് സൗത്ത് സൈഡിലേക്ക് പോകണം, എനിക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പൊ തന്നെ ആ ലേഡി പറയണ, ഇല്ല മാഡം, അങ്ങോട്ടേക്ക് എന്തായാലും പോകാൻ കഴിയില്ല, കാരണം ആ ഭാഗത്ത് തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. എന്നാൽ വീണ്ടും നമ്മുടെ ഏവ വാശി പിടിക്കുകയാണ്, എനിക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകണം, എനിക്ക് അവിടെ പോയിട്ട് റെസ്ക്യൂ ചെയ്യണം. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, മാഡം നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ എന്താണ് കാരണം, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഇതേ സമയത്തിന് ഈവ പറയാണ്, എന്റെ ഹസ്ബൻഡ് അദ്ദേഹം ആ ഭാഗത്താണ് ഉള്ളത്, എനിക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. ഇപ്പൊ ആ ലേഡി പറയണം, മേഡം നിങ്ങൾ പറയുന്നത് പോലെ നടക്കില്ല, നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു ബസ് ഇപ്പൊ വരും, നിങ്ങൾ അതിൽ കയറിയിട്ട് മിലിറ്ററി പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. എന്നാൽ വീണ്ടും നമ്മുടെ ഈവ പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടറാണ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആണ്, അപ്പൊ എന്നെ കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും എന്ന് പറയാണ്. അപ്പൊ മറ്റേ ലേഡി പറയുന്നുണ്ട്, ഓക്കെ മേഡം എനിക്ക് മനസ്സിലായി, ആദ്യം നിങ്ങൾ പോയിട്ട് ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു പറയാം. അങ്ങനെ ഒരു ഹാളിലേക്ക് ഈവയെ പോലെ തന്നെ വേറെ കുറെ പേര് വന്നിട്ടില്ലേ, അവർ ആ ഒരു ഹാളിലേക്ക് പറഞ്ഞേക്കാണ്. അവർക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ റെസ്ക്യൂവിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് മരിച്ച ആൾക്കാരെയും കാണും, ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് മരിക്കാത്ത ആൾക്കാരെയും കാണും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമ്മളോട് അത് റിപ്പോർട്ട് ചെയ്യാം, കാരണം ഓൾമോസ്റ്റ് 95% ഇവിടെയുള്ള ആൾക്കാരുടെ ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന ആ ജീവനുള്ള ആൾക്കാർ അവരുടെ ശരീരം മാത്രം അനങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് എപ്പോ എവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാലും ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യണം. ഇതിനുശേഷം ഈവ വേറെ കുറച്ച് ആൾക്കാർ ഇവരെയും കൂട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് ഒരു ബസ് പോകുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാള് ആ ബസ്സിലുണ്ടായിരുന്ന പട്ടാളക്കാരനോട് ചോദിക്കുന്നുണ്ട്, സാറേ നമ്മളിപ്പോ ഈ പോകുന്ന ഭാഗത്ത് ജീവനോട് ആരെങ്കിലും ഉണ്ടാവുമോ? ഇപ്പൊ ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, ഓൾമോസ്റ്റ് 100% ആൾക്കാരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഒരു ID വെരിഫിക്കേഷൻ മാത്രമാണ്. അതായത് അവിടെ മരിച്ചു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിയുക, അതുപോലെ തന്നെ ആ ഒരു ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്യുക, ഇത് മാത്രമാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഇത് കേട്ട സമയത്ത് ഇവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്, നെഞ്ച്
കിടക്കുന്നുണ്ട്. കാരണം അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഇവർ ആ ഒരു ദ്വീപിന്റെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബസ് അവിടെ നിർത്തുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നിട്ട് പട്ടാളക്കാർ പറയുന്നുണ്ട്, 2 പേരായിട്ട് ടീമായിട്ട് നിങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോവുക. ഓരോ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടും ഡെഡ് ബോഡികൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ലൈനായിട്ട് അവരുടെ ബോഡി വെക്കുക എന്ന് പറയണം. അങ്ങനെ ഈവിയുടെ കൂടെ മറ്റൊരു ലേഡിയും കൂടെ നേരെ തൊട്ടടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അതിന് പുറത്തായിട്ട് കുറെ ചെരുപ്പുകൾ കാണുന്നുണ്ട്. അതിനർത്ഥം വീടിനുള്ളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നല്ലേ. അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നവരുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട്. മാത്രമല്ല വീടിന്റെ പിന്നിലുണ്ടായിരുന്ന ബാക്ക് യാർഡ് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ശരിക്കും ഷോക്കായി പോവാണ്. അതായത് എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ ആ സമയത്താണ് ഇവിടെയുള്ള ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം കണ്ട് മനസ്സിന് വല്ലാത്തൊരു വേദന വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഓരോ ഡെഡ് ബോഡികളും പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇവയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ലേഡിക്ക് പറ്റുന്നില്ല. അവർക്ക് എന്തോ വൊമിറ്റിങ്ങും പേടിയൊക്കെ വരികയാണ്. അവർ പറയണം, എന്നെ കൊണ്ടാവൂല, ഞാൻ തിരിച്ചു പോവാം. അങ്ങനെ ഒരു പാർട്ട്ണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ പുറത്തു വന്നിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരുത്തനുണ്ട് വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവൻ എന്തോ ഡെഡ് ബോഡി കണ്ടപാട് തന്നെ വാള് വെച്ച് ബരക്കി വെക്കുകയാണ് അവിടെ. അവന്റെ കൂടെ പോയ ആളാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇവന്റെ പേര് റെയിലി എന്നാട്ടോ. അപ്പൊ ഒരു പാർട്ട്ണർ ഇല്ലാതെ അവിടെ ഇരിക്കുന്ന ഈവയെ കണ്ട സമയത്ത് അവൻ പറയാണ്, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഓരോ വീട്ടിന്റെ ഉള്ളിലേക്കും പോയിട്ട് അവിടെയുള്ള ഡെഡ് ബോഡികൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവന്റെ പേര് റെയിലി എന്നല്ല കേട്ടോ, ക്ലേ എന്നാണ് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അങ്ങനെ ക്ലേയും നമ്മുടെ ഈവയും കൂടെ ഓരോ ബോഡിയും റിക്കവർ ചെയ്യുന്ന സമയത്ത് ഈവ ഈ മാസ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവനെന്താ മാസ്ക് ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്തായാലും ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടിലും കയറിയിട്ട് അവിടുത്തെ ഡെഡ് ബോഡികളൊക്കെ മാറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പാപ്പനും അമ്മാമയും രണ്ടുപേര് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ കാണുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വീട്ടിൽ പോയപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ആന്റി അവര് മരണപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോൾ നല്ല തടിയുള്ള ഒരു സ്ത്രീ അവരും വീട്ടിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോവാണ്. അപ്പൊ അവരുടെ ആ ഒരു ബോഡി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി രണ്ടുപേർക്കും കഴിയുന്നില്ല. ക്ലേ പരമാവധി വലിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈവയെ കൊണ്ട് ആ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. അവൾ പിറകിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ ഈ ക്ലേ ആ സ്ത്രീയുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരുടെ ഒരു എന്താ പറയാ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ആ വീട്ടിലുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് വല്ലാത്തൊരു വേദന അവളുടെ ഉള്ളിൽ തോന്നുകയാണ്. കാരണം എന്താ, അവൾക്ക് അതേ സമയത്തിന് അവളുടെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മൈൻഡിലേക്ക് അങ്ങനെ വരികയാണ്. വേഗം തന്നെ അവൾ പുറത്തേക്ക് വന്നു. ഈ സമയത്ത് ഫ്ലൈറ്റിൽ ഈവയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, അവർ കരഞ്ഞുകൊണ്ട് തന്നെ ഒരു ട്രക്കിന്റെ അരികിൽ നിൽക്കുന്നത് കാണുകയാണ്. അതായത് പാവം ആ മുത്തശ്ശി തേടി വന്ന അവരുടെ മകൻ അവൻ മരിച്ചെടുക്കുകയാണ്. സ്വന്തം മകന്റെ ശവശരീരം നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു സ്ത്രീയുടെ അവസ്ഥ അതെന്തായിരിക്കുമല്ലേ. വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ത്രീയെ പട്ടാളക്കാർ പിന്നീട് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഈവയും ക്ലേയും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്ലേ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തോ ഡോക്ടറാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈവ പറയാണ്, ഡോക്ടർ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ്. ഫിസിക്കൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മസാജ് എല്ലാം ചെയ്ത് കാര്യങ്ങൾ റെഡിയാക്കുന്ന അങ്ങനെ ഒരു ആളാണോ ചോദിക്കുമ്പോൾ അത് തന്നെയെന്ന് പറയാം. ഞാൻ ആ ലാസ്റ്റ് ആ സ്ത്രീയുടെ ബോഡി പുറത്തേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവന്നില്ല, അതിൽ എന്റെ ഷോൾഡർ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ നോക്കാന്ന് പറയണ ഈവ. പിന്നീട് ഓരോ വീട്ടിലേക്കും അവരങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് ചെറിയൊരു തൊട്ടിൽ ഈവ കാണുന്നുണ്ട്. അത് കണ്ട സമയത്ത് വല്ലാത്തൊരു എന്താ പറയാ ഒരു വിഷമം വീണ്ടും വരികയാണ് അവൾ. കാരണം അവളും അവളുടെ ഹസ്ബൻഡും കൂടെ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. കുഞ്ഞുണ്ടാവാനുള്ള ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ വല്ലാതെ എന്താ പറയാ അടക്കാൻ പറ്റാതായിട്ടുണ്ട്. ഈ സമയത്താണ് ഭർത്താവിനെ കൂടി അവൾക്ക് നഷ്ടമായിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും വീട്ടിന്റെ ഉള്ളിലേക്ക് പിന്നെയും പോയ സമയത്താണ് മറ്റൊരു കാര്യം കാണുന്നത്, ചോരയുടെ കാൽപ്പാടുകൾ. പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഇവരൊന്ന് പേടിച്ചു പോയിട്ടോ. എന്നാൽ അതിനേക്കാൾ ഭയപ്പെടുത്തിയത് തൊട്ടപ്പുറത്തായിട്ട് തലയുടെ ഭാഗത്തെല്ലാം ആകെ ചോരയായിട്ട്, തല എന്നല്ല ശരീരം മുഴുവനായിട്ടും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ അനങ്ങുന്നുണ്ട്, അയാൾക്ക് ജീവനുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ക്ലേ പുറത്തേക്ക് ഓടി വന്ന് മിലിറ്ററിക്ക് സിഗ്നൽ കൊടുക്കുകയാണ്. കാരണം ഇവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അങ്ങനെയായിരുന്നല്ലോ. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു മിലിറ്ററി ഉണ്ടല്ലോ, ആ ആളെ രക്ഷപ്പെടുത്താനല്ല നോക്കുന്നത്. ഉള്ളിലേക്ക് പോയ പട്ടാളക്കാര് അയാൾ അപ്പം തന്നെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും, അതായത് ഈവയ്ക്കും ക്ലേക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ ഈവയ്ക്ക് എങ്ങനെയെങ്കിലും ആ സൗത്ത് സൈഡിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഭയങ്കരമായിട്ട് പുക പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം അവിടെ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയെന്നാ. അങ്ങനെ അന്നത്തെ ആ ഒരു ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഇവർ ക്യാമ്പിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും സൗത്ത് സൈഡിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അവൾക്ക്. ബാക്കിയുള്ള എല്ലാവരും ചെറുതായിട്ട് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഓരോ പാർട്ടിയിലാണ്. അപ്പൊ അതിന്റെ ഇടയിലൂടെ നൈസായിട്ട് ഈവ പുറത്തേക്ക് കടക്കുമ്പോൾ അവിടുത്തെ കാവലിലുണ്ടായിരുന്ന ഒരു സോൾജർ, ഒരു ലേഡിയാണ്, അവർ വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ ഒന്നുമില്ല മേഡം, ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാ. വേണ്ട അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട, ഉള്ളിലേക്ക് പൊയ്ക്കുവന്നിപ്പോ ഈവയോട് അവർ പറയാണ്. അങ്ങനെ തിരിച്ചു വന്ന് ഈവയുടെ അടുത്തേക്ക് ക്ലേ വരുന്നുണ്ട്. ഇപ്പൊ ക്ലേ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ സൗത്ത് സൈഡിലേക്ക് എന്നെ ഇങ്ങനെ പോണെന്ന് പറയുന്നത്? ഈവ കാര്യങ്ങൾ പറയാണ്, എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, എനിക്ക് അവനെ പോയിട്ട് രക്ഷപ്പെടുത്തണമെന്നുണ്ട്. ഇത് കേട്ടപ്പോ ക്ലേ പറയാണ്, അത് പോസിബിൾ ആണോ? കാരണം പട്ടാളക്കാർ പറഞ്ഞല്ലേ ഇവിടെ ജീവനോട് ആരുമില്ലെന്ന്. ഇപ്പൊ ഈവ പറയാണ്, നിനക്ക് ഓർമ്മയില്ലേ ഇന്ന് നമ്മൾ ആ ഒരു ഡെഡ് ബോഡി റിക്കവർ ചെയ്യാൻ പോയപ്പോ ജീവനോടെ ഒരാളെ കണ്ടില്ലേ നമ്മള്? ചിലപ്പോ എന്റെ ഭർത്താവും അതുപോലെ ജീവനുണ്ടെങ്കിലോ അതുപോലെ ഒരു പോസിബിലിറ്റി ഇല്ലേ? അപ്പൊ ആ ഒരു ചാൻസ് ഉപയോഗിക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, എന്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്തണം. ഇതെല്ലാം കേൾക്കുമ്പോൾ ക്ലേ ഇത് വലിയ
കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല, നമുക്ക് നോക്കാന്ന് പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഒരു വീട്ടിലേക്ക് ബോഡി റിക്കവർ ചെയ്യാൻ പോകുന്ന ക്ലേയും അതുപോലെ തന്നെ ഏവിയാണ്. എന്നാൽ പെട്ടെന്നാണ് ജീവനുള്ള സോംബിയെ പോലെ തോന്നുന്ന ഒരു മനുഷ്യൻ ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്, പ്രത്യേകിച്ചും ഏവിയുടെ അടുത്തേക്ക്. അത് കണ്ട് അവൾ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. കാരണം അവൾ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു അത്. എന്തായാലും പിറ്റേ ദിവസം രണ്ടുപേരും അവർക്ക് കിട്ടിയ ഒരു ഡ്യൂട്ടി ചെയ്യാണ്. ഇപ്പൊ പഴയ ഏതൊരു ഗ്യാരേജ് ആണ്. അവിടെ എന്തെങ്കിലും ഡെഡ് ബോഡി ഉണ്ടോ നോക്കാൻ വേണ്ടി രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ ക്ലേ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് അവന്റെ ഉള്ളിൽ വെച്ച വലിയൊരു ആഗ്രഹമുണ്ട്, ഒരു സൂപ്പർ ബൈക്ക്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആ സാധനം താണ്ടെ ഈ ഗ്യാരേജിൽ കിടക്കുന്നു. ഇതിനിപ്പോ ഉടമസ്ഥരാരും ഇല്ലല്ലോ, ഇവിടെയുള്ള എല്ലാവരും മരിച്ചുപോയില്ലേ. അവൻ ആ ഒരു ബൈക്കിന്റെ അടുത്തേക്ക് ചെന്ന് പതിയെ അതിനങ്ങനെ തഴുകി തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണ് ഈവ മറ്റൊരു കാര്യം കാണുന്നത്. പെട്ടെന്ന് തന്നെ ക്ലേ വിളിക്കുകയാണ്. അങ്ങനെ ക്ലേ വന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഇവിടെ വെച്ച് അപകടം നടക്കുന്നതിന് മുന്നേ കുറച്ച് പിള്ളേര് വന്നിട്ട് ഇവിടുന്ന് പാർട്ടി ചെയ്യായിരുന്നു. അവരുടെ ഡെഡ് ബോഡി ആ ഒരു ടേബിളിൽ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇവിടെ വെച്ച് ഈവ ഒരു കാര്യം പറയുന്നുണ്ട്, ക്ലേ എന്നെ നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയോ, എന്റെ കൂടെ സൗത്ത് സൈഡിലേക്ക് വരുമെന്ന് ചോദിക്കാം. ആദ്യം നമ്മുടെ ക്ലേ ഒന്ന് ഷോ ഇറക്കാണ്. അതൊന്നും പറ്റില്ല, ഇവിടെ മിലിറ്ററിക്കാരുണ്ട്, നിയമമുണ്ട്, അതുകൊണ്ട് പോകുന്നത് വളരെ റിസ്കാ. ഇത് പറഞ്ഞുകൊണ്ട് അവൻ നേരെ നോക്കുന്നത് ആ ബൈക്കിലേക്കാണ്. അവരിപ്പോ മൈൻഡിൽ എന്തോ ഒന്ന് ആലോചിച്ച് നമുക്ക് പോകാന്ന് പറയണം. ആദ്യം നീ പോയിട്ട് പെട്രോൾ എവിടെയാന്ന് തപ്പി കണ്ടുപിടിക്കുക. അങ്ങനെ പെട്രോൾ തപ്പാൻ പോയ സമയത്ത് ഈവ മറ്റൊരു കാര്യം കാണാണ്, ജീവനുള്ള ഒരു പെൺകുട്ടി. എന്നാൽ അവളുടെ ഭാവത്തിലും മുഖത്തിലും എന്തൊക്കെയോ വ്യത്യാസങ്ങൾ. അവളുടെ തല ആ ചുമരിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമരെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അതും ഇട്ടാണ് അവൾ തല അടിക്കുന്നത്. പതിയെ അങ്ങോട്ടേക്ക് നടന്നു ചെന്ന് ഈവ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ സ്ത്രീ നോക്കുന്നുണ്ട്. എന്നാൽ വളരെ രൂക്ഷമായി നോക്കി അവളുടെ നേരെ വരാനാണ് ഈ സ്ത്രീ നോക്കുന്നത് കേട്ടോ. അതായത് പട്ടാളക്കാർ പറഞ്ഞതുപോലെ ഇവരുടെ ബ്രെയിൻ എല്ലാം ഡെത്ത് ആയിട്ടുണ്ട്, പക്ഷേ ശരീരം അനങ്ങുന്നുണ്ട്. ഒരു സോംബി ആണോ ചോദിച്ചാൽ ഒരു വൈറസ് ഇൻഫെക്ഷൻ അല്ല അവരുടെ ശരീരത്തിൽ. അതായത് മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ശരീരം ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ. ഇത് കണ്ടപ്പോൾ ക്ലേ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഇവ ഇതൊന്നും നോക്കി നിൽക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആ ബൈക്കുമായിട്ട് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ നല്ലൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ രണ്ടുപേരും ഒന്നും നോക്കിയില്ല, ബൈക്കുമായിട്ട് അവിടുന്ന് പാഞ്ഞു പോവാണ്. പായാന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ബൈക്കല്ലേ, അമ്മാതിരി സ്പീഡിലാണ് ക്ലേ ഇപ്പോ ഈവയുമായിട്ട് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് വണ്ടികൾ ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്. അതിന് പുറമേ തന്നെ പോകുന്ന ഭാഗത്ത് കുറെ കാടൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഓരോ ഭാഗത്തായിട്ട് ചത്ത് കിടക്കുന്ന മൃഗങ്ങളെയും കാണിക്കുകയാണ്. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ ഈ ബൈക്കുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഈവ പറയണം, നിർത്ത് വാ, നമുക്ക് ആ കാറിന്റെ പിന്നിൽ പോയിട്ട് ഒളിക്കാന്ന്. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഈ ഭാഗത്തോട് ഒരു മിലിറ്ററിയുടെ ജീപ്പ് വരുന്നുണ്ടായിരുന്നു. സോ രണ്ടുപേരും വേഗം പോയിട്ട് അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, അതിന്റെ പിന്നിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇവരെ കണ്ട ഒരു മനുഷ്യൻ ഇവരുടെ അടുത്തേക്ക് പതിയെ നടന്നു വരുന്നുണ്ട്. എന്നാൽ അയാളെ കണ്ടാൽ ഒരു സോംബിയെ പോലെയൊന്നും തോന്നുന്നില്ല കേട്ടോ. എന്നാൽ നോർമലായിട്ട് തോന്നുന്നുമില്ല. എന്തായാലും ആ മനുഷ്യൻ ഇവരുടെ അടുത്തേക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് അതിലൂടെ പോയ ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അവർ ഈ ഒരു മനുഷ്യനെ വെടിവെച്ച് കൊന്നുകളയാണ്. പിന്നീട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് ഈവയും ക്ലേയും അവർ കണ്ടില്ല കേട്ടോ. എന്നാൽ ഈ സമയത്ത് ഈവയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇതുപോലെ എന്റെ ഭർത്താവും ഒരു സോംബിയെ പോലെ ആയി മാറിയിട്ടുണ്ടാവോ, അദ്ദേഹത്തെ ഈ പട്ടാളക്കാരെ കൊന്നിട്ടുണ്ടാവോ. അങ്ങനെ ഭയങ്കര നെഗറ്റീവ് തോട്ട് അവളുടെ മൈൻഡിലേക്ക് അങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഇവരിങ്ങനെ കുറെ നേരം ട്രാവൽ ചെയ്ത് അവസാനം ആ ഒരു സൗത്ത് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോൾ മുഴുവൻ പുകയാണ്, അന്തരീക്ഷമൊക്കെ ഒരുമാതിരി ചുവന്ന് കിടക്കുകയാണ്. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ മാസ്ക് ഇല്ലാതെ പറ്റില്ല എന്ന് തോന്നിയ നമ്മുടെ ക്ലേ എന്താക്കി ഒരു ആംബുലൻസിലേക്ക് കയറിയിട്ട് ഒരു മാസ്ക് എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ശരീരത്തിന്റെ പകുതി ഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും ഒരു മനുഷ്യൻ ഇവരെ കണ്ട് ഇവരുടെ അടുത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വലിയ കാര്യമാക്കാതെ ഇവര് ബൈക്കുമായിട്ട് വീണ്ടും നഗരത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതായത് തീയും പുകയെല്ലാം കൂടി വരികയാണ് പിന്നെ പോകുമ്പോൾ. അങ്ങനെ ഒരു ഭാഗത്തേക്ക് എത്തിയ സമയത്ത് ഒരു കാര്യം കണ്ട് ഇവർ ഞെട്ടുകയാണ്. അതായത് അവിടെ വെച്ചായിരുന്നു ആ ഒരു പരീക്ഷണം നടത്തിയത്. അവിടെ ഇപ്പോഴും തീ അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക. അധിക നേരം ആ ഒരു ഭാഗത്ത് നിൽക്കാതെ ഹീറോയിൻ അറിയാം അവളുടെ ഹസ്ബൻഡ് ഏത് ഭാഗത്താണ് ജോലി ചെയ്യുന്നതെന്ന്. സോ ആ ഭാഗത്തേക്ക് ഇവർ പോവുകയാണ്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ആ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇവരൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലേയുടെ ഷോൾഡർ ആണെങ്കിൽ ഡെഡ് ബോഡി എടുത്തിട്ട് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളും വരുന്നുണ്ട്. ഈവ തെറാപ്പിസ്റ്റ് ആണല്ലോ, അവൾ എന്തായാലും അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിന്റെ ആ ഒരു സ്ഥലങ്ങളിൽ കറക്റ്റായി പ്രസ് ചെയ്ത് അവന്റെ ആ ഒരു പെയിൻ ഇല്ലാതാക്കി കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്ലേ, നീ എന്താണ് ചെയ്യുന്നത്, എന്താണ് നിന്റെ ജോലി എന്ന് ചോദിച്ചപ്പോൾ ക്ലേ പറയാണ്, ഞാനൊരു ബിൽഡറാണ്. മാത്രമല്ല അവന്റെ കയ്യിൽ ഒരു ടാറ്റു അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഇപ്പൊ ഇവ കാണുകയാണ്, ഒരു സ്ത്രീയും അതിന്റെ കുഞ്ഞും. അപ്പൊ അതാരാണ്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. കണ്ടാൽ പേടിയാവുന്ന രീതിയിലുള്ള ഒരു മനുഷ്യൻ, അയാളുടെ കാലെല്ലാം പൊട്ടി ഒടിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ കാല് വെച്ച് ഇയാൾ ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. കാണുമ്പോൾ കുറച്ച് പേടിയാവുന്നുണ്ട്. ഇത്രയും നേരം കണ്ടതുപോലെയുള്ള ഒരാളല്ല ഇത്. ആ ഒരു നിമിഷത്തിൽ രണ്ടുപേർക്കും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന് ഷോക്കായി പോവാണ്. എന്നാൽ പെട്ടെന്നാണ് ആരോ പിന്നിൽ നിന്നും ഈ ഒരു സോംബിയുടെ തലയിലേക്ക് വെട്ടിവെച്ച് അതിനെ കൊന്നുകളയാണ്. നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരനാണ്. ഈ പട്ടാളക്കാരന്റെ പേര് റെയ്ലി എന്നാണ്. അപ്പൊ റെയ്ലി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? ഇപ്പൊ ഇവര് കാര്യങ്ങളൊക്കെ പറയാണ്, ഞങ്ങൾ റെസ്ക്യൂ ടീമിലുള്ളവരാണ്, എന്റെ ഹസ്ബൻഡ് ഇവിടെ എവിടെയോ പെട്ടുകിടക്കുന്നുണ്ട്, സോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ സഹായിക്കാനാണ് ക്ലേ എന്ന പേരുള്ള ഇയാൾ എന്റെ കൂടെ വന്നത്. എന്നാൽ ഇതിൽ അത്ര വിശ്വാസം ഇല്ലാതിരുന്ന ഈ പട്ടാളക്കാരൻ പറയാണ്, ഓക്കെ എനിക്ക് എന്തായാലും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേറെ എടുക്കണം, അതുകൊണ്ട് നീ ഒരു ഭാഗത്ത് ഇയാൾ മറ്റൊരു ഭാഗത്ത് ഇരിക്കട്ടെ. അങ്ങനെ ഏവയെ ഒരു റൂമിലാക്കിയിട്ട് ക്ലേ
മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാണ്. എന്നാൽ കുറേ നേരം കഴിഞ്ഞിട്ടും ഇവർ രണ്ടുപേരും വരുന്നില്ല. എന്ത് പറ്റിയിട്ടുണ്ടാവും എന്നൊരു ക്യൂരിയോസിറ്റി അവളുടെ ഉള്ളിൽ വരികയാണ്. അപ്പൊ അവള് വേഗം വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പട്ടാളക്കാരൻ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതായത് റെയിലി ഉള്ളിലേക്ക് വരികയാണ്. എന്താ സാറേ, എന്താ പറ്റിയത്? എവിടെ അവൻ? ക്ലേ എവിടെ പോയി? ഈ പട്ടാളക്കാരൻ റെയിലി ഒന്നും പരുങ്ങുന്നുണ്ട്. അത് പിന്നെ ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് വിശ്വസിച്ചു പോയി. എനിക്ക് തുടക്കത്തിലെ സംശയം ഉണ്ടായിരുന്നു അവൻ എന്തോ ഒരു ഉഡായിപ്പ് ഉണ്ട്. ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ ഗ്യാപ്പിന് അവൻ എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. കുറെ നേരം ഞാൻ അവിടെ തപ്പി നടന്നു. എനിക്കറിയില്ല അവൻ എങ്ങോട്ടാ പോയതെന്ന്. ഇത് കേട്ട ഈ വാഗ് ഞെട്ടിപ്പോവാണ്. കാരണം അവനില്ലാതെ ഇനി ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇവിടെ വെച്ച് അവളുടെ ഹസ്ബൻഡിനെ തേടി കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ അവൾ നിൽക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു പട്ടാളക്കാരൻ പറയാണ്, നിങ്ങൾ എന്തായാലും വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, എവിടേക്കാണോ പോകേണ്ടത് ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങൾ ആക്കി തരാം, അതെന്റെ കടമയാണ്. പിന്നെ അവനെ പോലെ തന്നെ എങ്ങോട്ടെങ്കിലും ഓടി പോകാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല കേട്ടോ, അപകടം പിടിച്ച കാര്യമാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ ഇയാളുടെ ജീപ്പിലേക്ക് പോവാണ്. അയാൾ ആ വണ്ടിയിൽ കയറാൻ നേരത്തെ ഇയാളുടെ കയ്യിൽ ഒരു മോതിരം ഈവ കാണുന്നുണ്ട്. അതിനർത്ഥം അയാളുടെ വിവാഹം കഴിഞ്ഞു എന്നാണ്. എന്തായാലും ചെറിയൊരു പേടി ഉണ്ടെങ്കിലും റെയിലിയുടെ കൂടെ ഇപ്പോ ഈവ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവള് പറഞ്ഞ വഴിയിലൂടെയാണ് കുറെ നേരമൊക്കെ റെയിലി പോയത്. പിന്നീട് അവൻ വഴി തിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം നീവ ചോദിച്ചപ്പോ അത് പിന്നെ ഈ രാത്രിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നിന്നെ കണ്ടാലും അറിയാം നീ നല്ല ടയർഡാ, എന്റെ വീട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ പോവാന്ന് പറയണം. ചെറിയൊരു ഭയം ഇപ്പോഴും ഈവയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അവള് അർദ്ധസമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ ഇവര് നേരെ റെയിലിയുടെ വീട്ടിലെത്തി. ഇറങ്ങുന്ന പറഞ്ഞ സമയത്ത് അവളുടെ ഉള്ളിൽ ചെറിയൊരു പേടി ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങണ്ടേ, ധാരാണെന്ന് പോലും അറിയില്ല, ഇതൊരു പട്ടാളക്കാരൻ തന്നെയാണോ എന്ന് എന്താ ഉറപ്പ്. എന്നാലും രണ്ടും കൽപ്പിച്ച് അവളിപ്പോ റെയിലിയുടെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ റെയിലിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ നേരം തന്നെ റെയിലി ഈവയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെയിലി അവന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവളിപ്പോ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവള് പ്രസവിക്കുകയായിരുന്നു, ഞാനൊരു അച്ഛനാവുമായിരുന്നു. പക്ഷേ ഒരാഴ്ച മുന്നേ ഉണ്ടായിരുന്ന അപകടത്തിൽ എന്റെ ഭാര്യയും അവളുടെ അച്ഛനും അമ്മയും എന്റെ കുടുംബം മുഴുവനും ഇല്ലാതായി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ഈ ശവങ്ങളുടെ കൂടെ അങ്ങനെ ജീവിക്കുന്നു. അതായത് റെയിലിയുടെ ആ ഒരു അവസ്ഥ കണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ഈവയ്ക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. അതുപോലെ ഭക്ഷണം കഴിച്ച് കഴിയാൻ നേരത്ത് റെയിലി ഈവയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ നിന്റെ കൂടെ വരാം, പക്ഷേ ചെറിയൊരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്തു തരുമോ? ഒരേ ഒരു തവണ എന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് നീ അവളുടെ വസ്ത്രം നനയണം, അവളുടെ ആ ഒരു പെർഫ്യൂം അടിക്കണം, അവളുടെ മാല ഇടണം, അവളുടെ ആ ഒരു മോതിരം ഇടണം, എന്നിട്ടൊരു വളരെ കുറച്ച് നേരം നീ എന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഒറ്റയടിക്ക് ഇല്ല എന്ന് ഈവയ്ക്ക് പറയാൻ കഴിയുന്നില്ല. ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ അവൾ വിചാരിക്കുകയാണ്. അങ്ങനെ നേരെ അയാളുടെ ഭാര്യയുടെ മുറിയിലേക്ക് പോയി. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞു, പെർഫ്യൂം അടിച്ചു, മാലയിട്ടു. പക്ഷേ റെയിലി പറഞ്ഞതുപോലെ അയാളുടെ ഭാര്യയുടെ മോതിരം മാത്രം ഈവ ഇട്ടില്ല കേട്ടോ. കാരണം അത് കുറച്ച് എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ താലി കെട്ടുക, അതുപോലെ തന്നെ മഹർ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. മാത്രമല്ല താഴേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇവ ചെറിയൊരു കത്തി കയ്യിൽ കരുതുന്നുണ്ട്, ഇനി എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് താഴേക്ക് വന്നു. റെയിലി പറഞ്ഞതുപോലെ തന്നെ ഒരല്പനേരം അവന്റെ കൂടെ ഡാൻസ് ചെയ്യാണ്. അവനും തന്റെ ഭാര്യയായിട്ട് ഈവയെ സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഇച്ചിരി നേരത്തേക്ക് ആ ഒരു വിഷമത്തിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് അവനും ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ ഈവയുടെ മൈൻഡ് ഒറ്റയടിക്കാൻ മാറി. അതായത് അവളുടെ ഭർത്താവിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ് ഇപ്പോൾ. ഇതിനിടയിൽ റെയിലി അത് കാണുകയാണ്. അതായത് ഈവ റെയിലിയുടെ ഭാര്യയുടെ ആ ഒരു മോതിരം കയ്യിലിട്ടിട്ടില്ല. അവന് പെട്ടെന്ന് ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഒരു മോതിരം ഇടാതിരുന്നത്? ഈവ പറയണം അത് മാത്രം പറ്റില്ല എന്ന്. ഇപ്പൊ റെയിലിക്ക് ദേഷ്യം വന്നു, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഒരു ഇത്തിരി നേരത്തേക്കല്ലേ, അതിട്ട് കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം പൂർണ്ണമായിട്ടും സാധിക്കുമല്ലോ, അപ്പൊ നിനക്ക് എന്താ അങ്ങനെ ഒന്ന് ചെയ്താൽ? ഇപ്പൊ ഈവ പറയണോ അതൊരിക്കലും നടക്കില്ല, കാരണം എന്റെ വിവാഹം കഴിഞ്ഞതാണ്, നിന്റെ ഭാര്യയുടെ മോതിരം ഇട്ട് കഴിഞ്ഞാൽ അതിന് വേറെ മീനിങ് വരും, അതൊരിക്കലും പറ്റില്ല എന്ന് പറയണം. എന്നാൽ ഇപ്പൊ മുതൽ റെയിലിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ബിഹേവ് ചെയ്യാണ്. ആ മോതിരമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അത്ര പന്തിയല്ലാന്ന് തോന്നി ഈവ എന്താക്കി കയ്യിൽ കിട്ടി എന്തോ ഒന്നെടുത്ത് അവന് കിട്ടി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്നാൽ ഇതിന് ശേഷമാണ് ഇവന്റെ ശരിക്കുള്ള ആ ഒരു ആക്രോശം പുറത്തേക്ക് വരുന്നത്. ഇവൻ ഈവയുടെ നേരെ പാഞ്ഞു വന്നപ്പോൾ ഇവൾ ഓടി മുകളിലുണ്ടായിരുന്ന ഒരു റൂമിൽ കയറിയിട്ട് കഥ കിടക്കുകയാണ്. എന്നാൽ ആ റൂമിന്റെ ഉള്ളിൽ കണ്ട ഒരു കാര്യം കണ്ട് അവളാകെ ഞെട്ടിപ്പോവാണ്. അതായത് ഗർഭിണിയായിട്ടുള്ള റെയിലിയുടെ ഭാര്യ മരിച്ചുപോയെന്ന് പറഞ്ഞില്ലേ, അവള് മരിച്ചിട്ടില്ല, അവൾ ഇപ്പോഴും ജീവനോടെ ഒരു സൂംബിയെ പോലെ തന്നെ ആ ബെഡ്റൂമിൽ അങ്ങനെ കിടക്കുകയാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ അവളിപ്പോ ഗർഭിണിയാണ്. ഇതേ നേരം വാതിൽ വന്ന് ശക്തമായി മുട്ടിക്കൊണ്ടിരിക്കുന്ന റെയിലി പറയാണ്, ഒരല്പനേരം അതുകൂടെ കഴിഞ്ഞാൽ എന്റെ കുഞ്ഞ് ജനിക്കും, പുറത്തേക്ക് വരും അവൻ, അത് കഴിഞ്ഞാൽ നിനക്ക് എന്റെ കൂടെ എന്റെ ഭാര്യയെ പോലെ ജീവിച്ചൂടെ, നമുക്കൊരു കുഞ്ഞുണ്ടാവും, നമുക്കൊരു ഫാമിലി ആയിട്ട് ജീവിക്കാന്ന് പറയാണ്. അതായത് ഇതുകൂടെ കേട്ടപ്പോ എന്താണ് ഇവന്റെ മനസ്സിലിരിപ്പ് എന്ന് ഇവയ്ക്ക് മനസ്സിലായി. അതായത് ഭാര്യ നഷ്ടമായി, കുടുംബത്തെ നഷ്ടമായി, ഇതിലൂടെ ഒരു സൈക്കോ മെന്റാലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവന്റെ കൂടെ അധിക നേരം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താക്കി മുകളിൽ ആ ഒരു ജനലിലൂടെ താഴേക്ക് എടുത്തു ചാടി അവള് പുറത്തേക്കോട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന റെയിലി അവളെ പിടിക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാരേജിന്റെ ഉള്ളിൽ കയറി ഒളിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു ടോർച്ചുമായിട്ട് റെയിലി അവളുടെ പിന്നാലെ തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ അതിനുള്ളിൽ ഈ വെളിച്ചം ചെറുതായിട്ട് വരുന്ന സമയത്ത് ഇവിടെ വെച്ച് ഈവ മറ്റൊരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. അതായത് ഒരുപാടധികം സോംബികൾ അവരെല്ലാവരും അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പച്ച ബോർഡ്, അതിലെന്തോ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഈവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സോംബികളെല്ലാം ഇവിടെ കെട്ടിയിട്ട് ഇവൻ എന്തൊക്കെയോ ചില പരീക്ഷ
പരീക്ഷണങ്ങൾ ചെയ്യുകയാണ്. ആള് വിചാരിച്ചതുപോലെയല്ല, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവൻ മറയ്ക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. എങ്ങനെങ്കിലും ഇവന്റെ കയ്യിൽ നിന്നും ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, എന്നാലേ അവളുടെ ഹസ്ബൻഡിനെ അവൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവസാനം ഈവ അതിന് തീരുമാനിക്കുകയാണ്. അവളിപ്പോ എന്താക്കി, അവളുടെ കയ്യിലെ മോതിരം ഊരി വെക്കുകയാണ്. എന്നിട്ട് നേരെ അവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയണം, നിന്റെ ആഗ്രഹം പോലെ നിന്റെ ഭാര്യയുടെ മോതിരം ഞാൻ ഇടാം, എന്നിട്ട് നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ കൂടെ ഡാൻസ് കളിക്കാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ റെയിലി ഓക്കെ ആവാണ്. ഇത്ര പെട്ടെന്ന് നീ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എനിക്ക് സന്തോഷമായി എന്ന് പറയാണ്. അങ്ങനെ അവന്റെ ഭാര്യയുടെ മോതിരം മേടിച്ച് അത് അവള് കയ്യിലണിയാണ്. എന്നിട്ട് അവന്റെ കൂടെ ഇപ്പൊ ഡാൻസ് കളിക്കുകയാണ്. അവനിപ്പോ ഒന്ന് ശാന്തമായല്ലോ, കൂളായല്ലോ. ഈ സമയം നോക്കി ഈവ അവളുടെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കുഞ്ഞി കത്തിയെടുത്ത് ഇവന്റെ കഴുത്തിൽ നോക്കി ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അതായത് സർവൈവ് ചെയ്യലാണല്ലോ ഏതൊരു ജീവിയുടെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. സോ ഇവനെ കൊന്നാലേ അവൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ വെച്ച് തന്നെ സ്പോട്ടിൽ അവനെ തീർക്കുന്നുണ്ട്. പിന്നീട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവന്റെ ജീപ്പിന്റെ ചാവി എടുത്ത് പുറത്തേക്ക് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാൻ നോക്കുമ്പോൾ ദാണ്ടെ മറ്റൊരു കാര്യം, പൂർണ്ണ ഗർഭിണിയായിട്ട് പ്രസവിക്കാനായി നിന്ന സോംബിയായിട്ട് മാറിയ അവന്റെ ഭാര്യ ഇപ്പോ ആ വണ്ടിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിനെ കണ്ട സമയത്ത് ആ സ്ത്രീയെ കണ്ടപ്പോ അവരോട് കരുണ തോന്നിയിട്ട് ഇപ്പൊ അവരൊന്നും ചെയ്യാതെ അവരുടെ സൈഡിലൂടെ വണ്ടിയെടുത്ത് പോവാണ് ഇവയിപ്പോ. നേരെ അവളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചു നേരം വണ്ടിയിൽ കിടന്ന് അവൾ ഉറങ്ങുകയാണ്. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ കുറേയധികം ആൾക്കാർ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ വസ്ത്രം ഒരുപാട് മുഷിഞ്ഞായിരുന്നു. ഇപ്പൊ തൽക്കാലം അവരുടെ വസ്ത്രമെല്ലാം അവളിപ്പോ ധരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു കോടാലി ഉണ്ടായിരുന്നു. തൽക്കാലം ഒരു ധൈര്യത്തിന് അവൾ അതെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് പൂർണ്ണമായിട്ടും മനോനില തെറ്റിയ സോംബിയെ പോലെയായ ഒരാള് ഈവയെ കാണുന്നത്. അവൾക്ക് നേരെ അവൻ അങ്ങനെ പാഞ്ഞു വരികയാണ്. അതായത് ഈവയുടെ അടുത്തേക്ക് എത്തുമ്പോഴും അവന്റെ ആ ഒരു അഗ്രസീവ്നെസ് അത് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ കണ്ട ആ ഒരു ഭയത്തിൽ ആ ഞെട്ടലില് കയ്യിലുണ്ടായിരുന്ന ആയുധം താഴെ വീണുപോയി. അതായത് ആ ഒരു കോടാലി. പിന്നെ അവളൊന്നും നോക്കിയില്ല, തൊട്ടടുത്തൊരു ബസ് കണ്ടു, അതിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുകയാണ്. എന്നിട്ടും അവളെ വിടാതെ അവളുടെ പിന്നാലെ തന്നെ ആ ഒരു സോംബി വരികയാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിലെത്തി ചെറിയൊരു സിലിണ്ടർ അവളുടെ കയ്യിൽ കിട്ടി. ഒന്നും നോക്കിയില്ല, അത് വെച്ച് അതിന്റെ തലക്കിട്ട് അടിച്ചടിച്ച് അതിനെ കൊന്നുകളഞ്ഞു. കൊന്നുകളയേണ്ട ആവശ്യമില്ല, ആ ഒരു മനുഷ്യൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞതാണ്. എന്തായാലും അയാളുടെ തല തല്ലി പൊളിച്ചു കളയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി ആവാനായിട്ട്. എന്തായാലും ഈ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് നിൽക്കൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഇവ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമെന്ന് തപ്പുമ്പോൾ ഒരു കാരവൻ അവിടെ കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ഓൾറെഡി അത് ഉപയോഗിച്ചിരുന്ന ഒരു ഫാമിലി പൂർണ്ണമായിട്ടും മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡെഡ് ബോഡി എല്ലാം അതിന്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്ത് തൽക്കാലം അന്ന് രാത്രി അതിന്റെ ഉള്ളിൽ അവൾ നിൽക്കുകയാണ്. മാത്രമല്ല പിറ്റേ ദിവസം പോകേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ മാപ്പിൽ അവൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് ഒരു ഹോട്ടലിലേക്കായിരുന്നു. സോ ആ ഒരു കാര്യം മാപ്പ് ചെയ്തിട്ട് അങ്ങോട്ടേക്കുള്ള ദൂരമൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ എന്തായാലും രാത്രി നന്നായിട്ടൊന്ന് വിശ്രമിച്ച് രാവിലെ പോവാന്ന് അവൾ തീരുമാനിക്കുകയാണ്. എന്നാൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് ഈവ ഒരു ശബ്ദം കേട്ട് പതിയെ പുറത്തേക്ക് നോക്കിയപ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാര്യം അവൾ കാണുകയാണ്. അതായത് ഓൾറെഡി ഈ കാരവാന്റെ ഉള്ളിൽ കുറച്ചുപേര് മരണപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ എല്ലാം ഡെഡ് ബോഡി ഏതോ ഒരു മനുഷ്യൻ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ ഒരു കുഴി ഉണ്ടാക്കി അവരെല്ലാം അതിൽ കുഴിച്ചു മുടാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഇവയ്ക്ക് മനസ്സിലായത് ആ മരിച്ചു കിടക്കുന്നത് ഒരു കുടുംബമാണല്ലോ. ആ കുടുംബത്തിന്റെ നാഥൻ, ആ സ്ത്രീയുടെ ഭർത്താവ്, ആ കുട്ടികളുടെ അച്ഛൻ, ആ മനുഷ്യൻ ഇപ്പോഴും പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ലായിരുന്നു. മാനസിക നിലയ്ക്ക് ഏകദേശം ചെറുതായിട്ട് തെറ്റി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു മനുഷ്യനാണോന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും ഇച്ചിരി എവിടെയോ ഒരു കോൺഷ്യസ്നെസ് ആ ഒരു മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഡെഡ് ബോഡി ഒരു കുഴി കുത്തി അവിടെ മൂടാൻ നോക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി കാര്യം മനസ്സിലായ ഈവ അദ്ദേഹത്തെ സഹായിക്കുകയാണ്. ഒരു മൃഗത്തെ പോലെയായിട്ട് ഈവയെ അയാൾ അറ്റാക്ക് ചെയ്യാനൊന്നും നോക്കുന്നില്ല കേട്ടോ. എന്തായാലും കുഴി കുത്തി അതിലേക്ക് തന്റെ കുടുംബത്തിന്റെ ആ ഒരു ഡെഡ് ബോഡി എല്ലാം ഇട്ട് ഇതിനുശേഷം ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈവയ്ക്ക് അപ്പൊ തന്നെ മനസ്സിലായി, എന്നെയും കൊന്നേക്ക്, എന്റെ കുടുംബത്തിന്റെ കൂടെ എനിക്ക് ഉറങ്ങണം എന്നായിരുന്നു ആ ഒരു മനുഷ്യന്റെ ആഗ്രഹം. അതിപ്പോ ഈവയ്ക്ക് മനസ്സിലായി. മനസ്സ് കല്ലാക്കിക്കൊണ്ട് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മൺവെട്ടി ഉപയോഗിച്ച് ആ മനുഷ്യന്റെ തല തല്ലിപ്പൊളിച്ച് അയാളെ കൊന്ന് ആ കുഴിയിൽ തന്നെ ആ മനുഷ്യനിട്ട് മൂടുകയാണ്. അല്ലാതെ ആ മനുഷ്യന് മറ്റൊരു വഴിയില്ല. അധികം വൈകാതെ അയാളുടെ ബുദ്ധി പൂർണ്ണമായിട്ടും ബ്രെയിൻ ഡെത്ത് ആവും. എന്തായാലും ഈവയ്ക്ക് ആ മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അത് തന്നെയായിരുന്നു. അവൾ അത് ചെയ്തു കൊടുക്കുകയാണ്. മനസ്സൊക്കെ എന്തോ ഒരുമാതിരി മരവിച്ചു പോയിട്ടുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ അവളുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിലേക്ക് അവൾ എത്തുകയാണ്. അവിടുത്തെ എല്ലാ റൂമിലും അവൾ പരിശോധിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുറി തുറന്ന സമയത്ത് അവൾ അവളുടെ ഭർത്താവിനെ കാണുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് സാഹസികമായിട്ട് യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന് അവസാനം അവൾ എത്തിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും ബ്രെയിൻ ഡെത്ത് ആയ അവളുടെ ഭർത്താവിനെ കാണാനായിരുന്നു. ആ മനുഷ്യന്റെ മുന്നിൽ മുട്ടുകുത്തി എന്ന് അവൾ കരയാൻ തുടങ്ങുകയാണ്. പൂർണ്ണമായിട്ടും ബ്രെയിൻ ഡെത്തായി ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന് വികൃതമായി കിടക്കുന്ന തന്റെ ഭർത്താവിനെ നോക്കി അവൾ അങ്ങനെ കരയുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ഈവ മറ്റൊരു കാര്യം കാണുന്നത്. ആ റൂമിൽ 2 വൈൻ ഗ്ലാസുകൾ ഉണ്ടായിരുന്നു. അതിനർത്ഥം ഈ റൂമിൽ മറ്റാരും ഉണ്ടായിരുന്നു എന്നല്ലേ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ലേഡിയുടെ ID കാർഡ് ഉണ്ടായിരുന്നു. ഈവ പതിയെ പിന്നീട് ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഓൾറെഡി ഒരു സ്ത്രീ അവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ഈവയ്ക്കുള്ള സ്നേഹമോ പ്രണയമൊന്നും ഇവനില്ലാത്ത തോന്നുന്നു. ജോലിക്കായിട്ട് ഇവൻ
ഇങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ അവിഹിതമാണ്. എന്നാലും ഇപ്പൊ ഭർത്താവിന്റെ മുന്നിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അവളിങ്ങനെ പറയുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടു നിന്റെ അടുത്തേക്ക് എത്താൻ, എന്നിട്ടും എനിക്ക് നിന്നെ ജീവനോട് കാണാൻ പറ്റിയില്ലല്ലോ. നമുക്കിടയിലുള്ള എല്ലാം പറഞ്ഞു തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ലല്ലോ. എന്നാൽ ഇവിടെ വെച്ചാണ് നമുക്ക് ആ ഒരു കാര്യം കാണിച്ചു തരുന്നത്. ഈവയും അവളുടെ ഹസ്ബൻഡും നല്ലൊരു ടൈമിലായിരുന്നില്ല. രണ്ടുപേരും നല്ല വഴക്കിലായിരുന്നു. എന്തോ അവർക്കിടയിൽ വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. ഏകദേശം ഡിവോഴ്സിന്റെ വക്കിൽ രണ്ടുപേരും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവർക്ക് പഴയതുപോലെ തന്നെ നല്ലപോലെ ജീവിക്കായിരുന്നു. സോ ആ ഒരു പ്രതീക്ഷയിലാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈവ ഇങ്ങോട്ടേക്ക് വന്നത്. അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും അവൾക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടോ വിഷമമൊന്നും തോന്നുന്നില്ല. അവൻ ജീവനോട് തിരിച്ചു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ കൂടെ ജീവിക്കും എന്നുള്ള ആ ഒരു മനസ്സിൽ തന്നെയാണ് അവൻ ഇപ്പോഴും. പക്ഷേ എല്ലാം കഴിഞ്ഞു, അവൻ മരണപ്പെട്ടു കഴിഞ്ഞു. പെട്ടെന്നാണ് ആ റൂമിലേക്ക് ഒരാൾ കയറി വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ക്ലേ തന്നെയായിരുന്നു. ഇപ്പൊ ക്ലേ പറയാണ്, എന്താ ഇവിടെ സംഭവിച്ചത്, നീ എവിടെയായിരുന്നു, ആ സോൾജർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും ഈവ പറയാണ്. അതുപോലെ തന്നെ ഈ ക്ലേ ഉണ്ടല്ലോ, ആ പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാ. അയാളൊരു ഭ്രാന്തനാണെന്ന് അവൻ അന്നേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈവ ജീവനോടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഈ ഭാഗത്തേക്ക് വരുമെന്ന് ഈ ക്ലേക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ക്ലേ ഇവിടെ ഇവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഭർത്താവിനെ തേടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ മനുഷ്യനെ ജീവനോടെ കാണാൻ പറ്റിയില്ല. റിയാലിറ്റി അത് അക്സെപ്റ്റ് ചെയ്തല്ലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഈവയും അതുപോലെ തന്നെ ക്ലേയും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് ഈവയുടെയും അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് രണ്ടുപേർക്കിടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു കുഞ്ഞിന് വേണ്ടി അവളുടെ ഹസ്ബൻഡ് ഒരുപാടധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈവയും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡിന് അതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നീട് പോകെ ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വഴക്കായി. അതായത് ഒരു കുഞ്ഞ് എങ്ങനെയെങ്കിലും വേണം എന്നുള്ള ഒരു ആഗ്രഹം ഈവയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ ആ വഴക്കിന്റെ ഒടുവിൽ ഈ ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ടും കുഞ്ഞ് വേണമെന്നുള്ള ആ ഒരു വാശി കൊണ്ടും ഇവൾ എന്ത് ചെയ്തു, മറ്റൊരാളുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ പോവുകയാണ്. ആ കാര്യം അവളുടെ ഹസ്ബൻഡ് അറിഞ്ഞു. അത് അയാളെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. പിന്നീടാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായതും ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്തായതും. എന്തായാലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് പഴയതുപോലെ ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈവ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എല്ലാം മാറി മറിഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ക്ലേയും അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് അവനൊരു ബിൽഡർ ആയിരുന്നല്ലോ, ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഓരോ നാട്ടിലായിരിക്കും ഓരോ സമയത്തും. അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി. അവന്റെ ലൈഫ് സ്പോയിലായി. സത്യം പറഞ്ഞാൽ ഈവയുടെ ലൈഫും അതുപോലെ തന്നെ ക്ലേയുടെ ലൈഫും ഇപ്പൊ ഈ അവസ്ഥയിലാണ്. അവർക്ക് എന്ന് പറയാനായിട്ട് ഇനിയിപ്പോ ആരുമില്ല. മുന്നോട്ടേക്ക് എന്ത് എന്നൊരു ചോദ്യചിഹ്നം മാത്രമേ ഇവരുടെ മുന്നിലുള്ളൂ. ഇനിയിപ്പോ എന്തായാലും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നാളെ എന്തായാലും തിരിച്ചു പോകാന്ന് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. മാത്രമല്ല അതൊരു ഹോട്ടലാണല്ലോ, ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അതിൽ കിടന്ന് അങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എപ്പോഴോ രണ്ടുപേരും ചെറുതായിട്ട് അടുത്ത് പോകുന്നുണ്ട്. എല്ലാ രീതിയിലും അടുക്കുകയാണ്. അന്ന് രാത്രി അവർക്കിടയിൽ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അതായത് മാനസികമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഭർത്താവുള്ള ആ ഒരു റൂമിലേക്ക് ഈവ പോയിട്ട് അയാളുടെ അരികിൽ, അതായത് അയാളുടെ ആ ഒരു ബോഡിയുടെ അരികിൽ ഉണ്ടായിരുന്ന ടേബിളിൽ അവളുടെ ആ ഒരു മോതിരം ഊരി വെക്കുകയാണ്. അതായത് എല്ലാം അവിടെ വെച്ച് അവൾ ഉപേക്ഷിക്കുകയാണ്. മാത്രമല്ല പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലേയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവളുടെ ഹസ്ബൻഡിന്റെ ഡെഡ് ബോഡി എടുത്ത് ഒരു ചെറിയ ബോട്ടിൽ കയറ്റിയിട്ട് ആ ഡെഡ് ബോഡി തീ വെച്ച് കളയാണ്. പതിയെ ആ ഒരു വെള്ളത്തിലേക്ക് ആ ബോട്ട് തള്ളി വിടുന്നുണ്ട്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും ഇവിടം വിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവരൊരു കാര്യം കാണുന്നത്. അതായത് ഈ പോകുന്ന വഴിയുണ്ടല്ലോ, അത് ആ സൈക്കോ ആയിട്ടുള്ള മിലിറ്ററിക്കാരന്റെ വീടിന്റെ അരികിലൂടെയാണ്. അപ്പൊ അവരതിലൂടെ പോകുന്ന സമയത്ത് അയാളുടെ ഭാര്യ പൂർണ്ണമായിട്ടും സോംബിയായി മാറിയ അയാളുടെ ഭാര്യയെ കാണുന്നുണ്ട്. എന്നാൽ അവരുടെ വയറ് ഇപ്പോ താഴ്ന്നു പോയിരിക്കുകയാണ്. അതായത് ആ കുഞ്ഞ് അവരുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷ കാരണം വണ്ടി അവിടെ നിർത്തി ഈവ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്താണ് അവൾ ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ സോംബി ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവർ ഓൾറെഡി കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞു. എന്നാൽ ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സാധാരണ ഒരു മനുഷ്യ കുഞ്ഞ് തന്നെ. അവള് വേഗം ആ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് നേരെ ക്ലേയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ നമുക്ക് നോക്കാന്ന് പറയാണ്. അതായത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെ അവൾക്ക് തോന്നുകയാണ്. അതായത് ഒരു കുഞ്ഞിനെ കിട്ടി, നല്ലൊരു ലൈഫ് പാർട്ട്ണറെയും കിട്ടി. സോ രണ്ടുപേരും ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനിയുള്ള ലൈഫെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാമെന്ന്. കാരണം രണ്ടുപേരുടെയും കയ്യിലിരിപ്പ് കാരണം ജീവിതം നശിപ്പിച്ചവരാണ്. ഒരു വിധത്തിൽ അതിനെ ഇപ്പോൾ തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇവിടുന്ന് ആ ഒരു കുഞ്ഞുമായിട്ട് അവർ പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ ഓക്കെ, ബൈ.